ഹലോ മിഥുൻ, ഹൗ ആർ യു? ഐ എം ഓൾവേസ് ഗ്രേറ്റ് അർജുൻ. എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ പോലുള്ള എതിരാളികളെ എപ്പോഴും ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ജയിക്കുന്ന ആള് ഒരു ദിവസം എന്റെ മുമ്പിൽ തോറ്റുപോയത് ഓർമ്മയില്ലേ? ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആ ജയം നിന്റെ ഒന്നും അല്ല അർജുൻ, നിന്റെ പുറകിലുള്ള ഏതോ ഒരു പെണ്ണിന്റെ അല്ലേ. അവൾ ഉണ്ടാക്കി തന്ന ജയം നിന്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കുകയാണോ നീ? കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞ് എന്റെ വിജയത്തെ നീ തരം താഴ്ത്തി. ഇനി ഒരിക്കലും അത് പറയാനുള്ള അവസരം നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങാൻ പോവാ. ഈ വാളുമായിട്ട് കളത്തിലിറങ്ങുന്ന സൈനികൻ ചിലപ്പോ വിജയ് കൂടി പാറിക്കുമായിരിക്കും അർജുൻ. പക്ഷെ നീ കളത്തിലിറങ്ങുമ്പോ നിന്റെ എതിരാളിയായിട്ട് നിൽക്കുന്നത് ഞാനാണെന്ന് മറന്നുപോയോ? നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല മിഥുൻ, അർജുന. അർജുനെ നീ അങ്ങനെ അത്രയ്ക്ക് വില കുറച്ച് കാണരുത് മിഥുൻ. ഇവിടെ ആരാരെയാണ് വില കുറച്ച് കാണുന്നതെന്നും ആരാരെയാണ് കൂടുതൽ വഞ്ചിക്കുന്നതെന്നുള്ളതും ഞാൻ ഈ JMR ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് സ്വന്തമാക്കി കഴിയുന്ന സമയത്ത് നിനക്ക് തനിയെ മനസ്സിലായിക്കോളൂ. കാണാം, നമുക്ക് കാണാം. ഒരു മിനിറ്റ് സർ, ഞാൻ കൊടുത്തോളാം. മോളെ സാരില്ല, ഞാൻ കൊടുത്തോളാം. അയ്യോ, ആദ്യം ഓട്ടോ പിടിച്ചത് ഞാനാണ്. അപ്പൊ ഞാനല്ലേ ആ കാശ് കൊടുക്കേണ്ടത്. ദേടാ, ശരി. വന്നോളൂ. ഉം. പറഞ്ഞോളൂ, ആരുടെ പേരിലാണ് അർച്ചന ചെയ്യേണ്ടത്? ഇന്ന് സാറിന്റെ മകളുടെ പിറന്നാളെ തിരുമേനി. ആദ്യം ആ കുട്ടിയുടെ പേരിൽ അർച്ചന ചെയ്യണം. പറയൂ സാർ, മകളുടെ പേരെന്താ? എന്റെ മകളുടെ പേര് സംയുക്ത. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ജനിച്ച മോളാണ് സ്വാമി. ഒരു അപകടത്തിന് ശേഷം തീരെ അനങ്ങാൻ പറ്റാത്ത കോമയിലാണിപ്പോ. ഇനി എപ്പോഴാ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക? ഇനി എപ്പോഴാ അവൾ എന്നെ ഒന്ന് അച്ഛാന്ന് വിളിക്കുക? ഒന്നും എനിക്കറിയില്ല. അവൾ എത്രയും പെട്ടെന്ന് ഒന്ന് സുഖപ്പെടാൻ ആ ഭഗവാൻ ഒരു അർച്ചന നടത്തണം തിരുമേനി. എങ്കിൽ ആയിക്കോട്ടെ. ഓം സംയുക്ത നാമധേയസ്യ हरि ओम श्रीमन्महागणाधिपतये नमः। महालक्ष्मी देवताभ्यो नमो नमः। अयं मुहूर्तस्य मुहूर्तोऽस्तु। सुमुहूर्तकाले सूर्यादीनां नवानां ग्रहाणां अत्यन्त आनुकूल्यता फलसिद्धिरस्तु। महालक्ष्मी देवताभ्यो नमो नमः। ध्यायेत् पद्मासनस्थां विगतवदनां पद्मपुत्रायताक्षीं हेमाभां पीतवस्त्रां. ഇത് വാങ്ങിച്ചോളൂ. JMR സാർ എത്തിയില്ലെന്ന് തോന്നുന്നു. അതെ കുമാരെ, താനൊന്ന് പോയി നോക്കി. നിങ്ങൾ എല്ലാവരും എത്തിയിട്ടും JMR സാറിനെ കാണുന്നില്ലല്ലോ. സാറ് പിന്നാലെ വരുന്നുണ്ട്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ?
സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വന്തമായിട്ടുള്ളവര് ദൂരെയാവുമ്പോ നമ്മൾ കരയും, വിഷമിക്കും. കുറച്ചു നാള് കഴിയുമ്പോ ആ ഭാരം നമ്മൾ തനിയെ താഴെ ഇറക്കി വെക്കും. പക്ഷെ കൂടെയുള്ളവര് നമ്മളെ മനസ്സിലാക്കാതെ, നമ്മളെ തിരിച്ചറിയാൻ കഴിയാതെ, ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മരിച്ചതുപോലെ കിടക്കുമ്പോ അത് നമുക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. അതേ മോളെ, ചലനമില്ലാതെ കിടക്കുന്ന എന്റെ മകളെ നോക്കി ഞാൻ കരയാത്ത ഒരു ദിവസം പോലുമില്ല. ഞാൻ എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള കൈയാണിത്. ഈ നന്മയൊന്നും ഭഗവാൻ കണ്ടു കാണില്ലായിരിക്കും. എന്റെ മനസ്സ് കാണാൻ ഭഗവാന് കഴിഞ്ഞില്ല, എന്നോട് മാത്രം. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എപ്പോഴെങ്കിലും ഈ പരീക്ഷണമൊക്കെ അവസാനിക്കുമെന്നും എപ്പോഴെങ്കിലും എന്റെ മകൾ എഴുന്നേറ്റ് നടക്കുമെന്നൊക്കെ വിശ്വസിച്ച് ഞാൻ ഇന്നും കാത്തിരിക്കുകയാണ് മോളെ. നല്ലവർക്ക് എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കൂ. സാറ് ചെയ്തിരിക്കുന്ന ദാനധർമ്മങ്ങളൊന്നും ഒരിക്കലും വെറുതെ ആയി പോയില്ല സർ. സാറിന്റെ മോള് എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും സർ. അതേ മോളെ, നിന്നെ കണ്ടതിന് ശേഷം എനിക്കിപ്പോ നല്ല വിശ്വാസം തോന്നുന്നുണ്ട്. ആ ഭഗവാൻ ഏതോ ഒരു രൂപത്തില് എനിക്ക് വേണ്ടി വഴിയൊരുക്കി തോന്നുക മോളെ. ഏതെങ്കിലും വിധത്തിൽ എന്റെ സങ്കടം മാറ്റാൻ തീരുമാനിച്ചു കാണും. അതുകൊണ്ടായിരിക്കും ഇന്ന് എനിക്കിവിടെ മോളെ കാണാൻ കഴിഞ്ഞത്. അതിന് മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ ചിലപ്പോ വിഷമിച്ചിരിക്കുന്നയാൾക്ക് അതൊരു വലിയ ആശ്വാസമായിട്ട് മാറും. ഞാൻ അത്രയല്ലേ ചെയ്തുള്ളൂ സർ. അല്ല മോളെ, സത്യം പറഞ്ഞ എപ്പോ ആര് കാരണം ആ ജീവിതത്തിൽ മാറ്റം വരുന്നെന്ന് നമുക്കറിയില്ല മോളെ. അത് മാത്രമല്ല, നമ്മുടെ കഥ മാറ്റിമറിക്കാൻ പോകുന്നത് ആരാണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. മോളെ പരിചയപ്പെട്ടത് എന്തോ ഒരു നല്ലതിന് വേണ്ടിയിട്ടായാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട് സർ. 11 പ്രദക്ഷിണം വെച്ചുകൊണ്ട് നമ്മളൊരാഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹം ഉറപ്പായിട്ടും നടക്കും. ആണോ മോളെ? അതെ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. സാറ് ചെയ്യണ്ട. ഈ പ്രായത്തില് പ്രദക്ഷിണം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സാറിന്റെ മോൾക്ക് വേണ്ടി ആ പ്രദക്ഷിണം ഞാൻ ചെയ്യാം സർ. ആരുമില്ലാത്ത സാറിന്റെ മോൾക്ക് വേണ്ടി ഞാൻ ആ പ്രദക്ഷിണം പൂർത്തിയാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഭഗവാൻ സാറിന്റെ മോളുടെ നേരെ കണ്ണു തുറക്കും. സാറിന്റെ മോൾക്ക് തീർച്ചയായും ആരോഗ്യം പഴയതുപോലെയാവും. ഞാൻ പോയിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. ശരി മോളെ. ശരിക്കും ആരാണ് ഈ കുട്ടി? ശരിക്കും എന്റെ മോളെ പോലെ തന്നെയുണ്ട്. എന്റെ മോൾ എണീറ്റ് വന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെയുണ്ട്. ഭഗവാനെ, ഈ കുട്ടിയെ കണ്ടതും എനിക്ക് കുറച്ചു നേരം ശ്വാസം തിരിച്ചു കിട്ടിയ പോലെയായി. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക.
ആ, അയ്യോ എന്ത് പറ്റി സാർ? സാർ 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 എന്ത് പറ്റി സാർ? സാർ എന്തു പറ്റി? മോളെ എന്ത് പറ്റിയെന്ന് അറിയില്ല. നെഞ്ചുവേദന വന്നാന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയമില്ല തിരുമേനി. ഓ എന്റെ ഭഗവാനെ. എനിക്ക് സർ പതുക്കെ. എണീക്ക് സാർ. സർ ഇപ്പൊ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മോളെ. മോളെ മോള് പറഞ്ഞത് ശരിയായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഈ സാറിന്റെ ജീവൻ തന്നെ ഇപ്പൊ അപകടത്തിലായേനെ. മോളപ്പ തന്നെ CPR കൊടുത്തതുകൊണ്ട് സാറിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. സാറേ, സാറിന് സമയത്തിന് CPR തന്ന് സാറിനെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഒരുപാട് നന്ദിയുണ്ട് മോളെ. ഇന്നെന്റെ മോളുടെ പിറന്നാളായതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇന്ന് ഞാൻ എൻ്റെ മകൾക്ക് ജന്മം കൊടുത്ത ദിവസമാണെങ്കിൽ മോൾ എനിക്ക് പുനർജന്മം തന്ന ദിവസം കൂടിയാണെന്ന്. എന്ത് ചെയ്താലും എനിക്ക് ഈ കടപ്പാട് തീർക്കാൻ കഴിയില്ല മോൾ. അയ്യോ, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സാർ അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യന് ആവശ്യമുള്ളപ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യ? എനിക്കറിയാവുന്നത് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞില്ലേ മോളെ, ആര് കാരണമായിരിക്കും നമ്മുടെ ജീവിതം മാറുകയെന്നറിയില്ലെന്ന്. എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു മോളെ. ഇത്രയും സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ? എന്റെ ജീവൻ രക്ഷിച്ച ദേവതയാണ് മോളെ നീ. അയ്യോ സാർ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എന്തുണ്ടെങ്കിലും ദൈവത്തോട് പറഞ്ഞാൽ മതി. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാറിന് ഒന്നും സംഭവിക്കില്ല. അതുപോലെ സാറിന് എങ്ങോട്ടാ പോണ്ടേന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ടേക്ക് സാറിന് കൊണ്ടാക്കാം. സാർ വരൂ. എണീക്കൂ സാർ. ഓഹോ, അപ്പൊ വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്ത് നല്ല പരിചയമുണ്ടെന്ന് അർത്ഥം. അതൊക്കെ ശരിയാ. സാറിന്റെ അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഞാനും ചെറിയ രീതിയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് വലുതാണോ ചെറുതാണോ എന്നുള്ളതിലല്ല കാര്യം. എന്താന്ന് വെച്ചാ ഏത് ചെറിയ എക്സ്പീരിയൻസും ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും. നിതിനേട്ടൻ എന്താ ഇപ്പൊ ഇവിടെ? അർജുൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈശ്വര, ഇവരൊക്കെ ആരാണാവോ? എന്താ ഇവരെല്ലാരും ഇവിടെ കൂടി നിൽക്കുന്നേ? അർജുൻ ഇന്ന് ജയമാർ സാറിനെ കാണണമെന്ന് പറഞ്ഞതല്ലായിരുന്നോ? അപ്പോ ജയമാർ സാറിന്റെ വീട് ഇതാണോ? സർ, ഇത് ജയമാർ സാറിന്റെ വീടാണോ? അതെ മോളെ. ഓ, അപ്പൊ സാറ് ജയമാർ സാറിന്റെ കീഴിലാണോ ജോലി ചെയ്യുന്നത്? അതല്ല, ഇനി എല്ലാവരെയും പോലെ ജയമാർ സാറിനെ കാണാൻ വന്നതാണോ? കുറച്ചൊന്നും ക്ഷമിക്കും മോളെ, മോക്ക് എല്ലാം മനസ്സിലാവും. വരൂ. ആ സർ, ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. കാണാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരെയൊക്കെ കാണാനുള്ളൊരവസ്ഥയിലല്ല ഞാൻ. ആരെ ഇപ്പൊ അകത്തേക്ക് വിടരുത്, മനസ്സിലായോ? ഓക്കെ വാ സർ. മോളെ, നമുക്കകത്തേക്ക് പോകാം. ഹലോ. ഹലോ അമ്മേ. പറയടാ മോനെ. മേഘ വീട്ടിലുണ്ടോ അമ്മേ? ഇല്ലല്ലോടാ, അവൾ അമ്പലത്തിൽ പോയതാ. ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. അവള് വരുമ്പോ എന്തെങ്കിലും പറയാനോടാ? ഏയ് ഒന്നും വേണ്ടമ്മേ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി മോനെ. അപ്പോ മേഘ തന്നെയാണ് ജയമാർ സാറിന്റെ കൂടെ ഉള്ളതല്ലേ? ജയമാർ സാറും മേഘയും തമ്മിൽ എന്താ ബന്ധം?
നിങ്ങളായിരുന്നു സർ ജയമാർ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര വലിയ ആളായിരുന്നോ? ഇത്രയും വലിയ വ്യവസായത്തിന്റെ ഉടമയായ നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ടാണോ ജീവിക്കുന്നത്? എനിക്കിതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ മോളെ. വരും മോളെ, ഇരിക്കേ. മോള് വാ. ഇരിക്കും മോളെ, ഇരിക്കുക, അവിടേക്ക് ഇരിക്കുക. എത്രയേറെ ആർഭാടങ്ങളുണ്ടെങ്കിലും നമുക്ക് ചുറ്റും തടസ്സങ്ങളുള്ളിടത്തോളം കാലം ഇതൊന്നും കൊണ്ടും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ചില സമയങ്ങളിൽ പലതും വെട്ടിപ്പിടിച്ച് നേടിയ ഈ കിരീടം മാറ്റിവെച്ച് സ്വയം പ്രഖ്യാപിത രാജാവായിരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് മാറി ശരിയായ ലോകത്തെ മനസ്സിലാക്കാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. സാർ പറയുന്നത് സത്യം തന്നെയായിരിക്കും. എന്നാലും സാർ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ലോകം തന്നെ സാറിൻ്റെതാക്കി മാറ്റാൻ കഴിയില്ലേ? ഇല്ല മോളെ. ശരിയായ ലോകത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനുഷ്യ മനസ്സുകളെ ആഴത്തിലിറങ്ങി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങളിലെ പോലും തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും അത്ര ചെറുതല്ല. ഒരു ചെറിയ കാരണം കൊണ്ടല്ലേ നീയും ഞാനും ഇന്നിവിടെ ഇരിക്കുന്നത്. നീ കാരണമാ ഇന്ന് എനിക്കെന്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. നീയുണ്ടായിരുന്നത് കൊണ്ടാ എന്റെ ജീവിതത്തിൽ ഇന്നൊരു മാറ്റം സംഭവിച്ചത്. ഞാൻ സാറിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തെന്നാ പറയുന്നേ? ഞാൻ കാരണം സാറിന് എന്ത് മാറ്റം ഉണ്ടായത്? ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും മോളെ. സർ, ഇതാ ഫോൺ. ആ, സർ, അപ്പുറത്തെ റൂമിലൊരു മീറ്റിംഗ്. എക്സ്ക്യൂസ് മീ സർ. ജയമാർ സാറിന് ഇന്ന് പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി. നിങ്ങളൊരു ഡോക്ടറിനെ വിളിക്കാമോ? സാർ, സാറിന് നെഞ്ചുവേദന ഉണ്ടായിരുന്ന? സാർ എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നത്? സാർ, ഇക്കാര്യം മറ്റാരെങ്കിലൊക്കെ അറിയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സാറിന് അറിയാലോ. ശരി ശരി, ആവശ്യമില്ലാതെ ഇതൊക്കെ ആരെയും പോയി അറിയിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഇവിടെ ഡോക്ടറെ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടറെ വിളിച്ചിട്ടേ എനിക്ക് ചെറിയൊരു നെഞ്ചുവേദന വന്നു, അതുകൊണ്ട് ഗുളിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. ഓക്കെ സാർ. അയ്യോ സർ, അത് അങ്ങനെ കാണരുത്. നിങ്ങൾ ഡോക്ടറിനോട് വരാൻ പറഞ്ഞോളൂ. ആയിക്കോട്ടെ മാഡം. എന്താ അർജുൻ, എന്താ ഒരു പേടി പോലെ? എന്റെ കഴിവും പ്രസന്റേഷനും കണ്ടിട്ട് ഈ പ്രോജക്റ്റ് എനിക്ക് തന്നെ കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണോ? അത് മാത്രമല്ല, നിന്റെ പിന്നിലുള്ള അജ്ഞാത വ്യക്തിയില്ലേ, ആ പെൺകുട്ടിയും വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ. നിനക്കൊരു നല്ല കാലം വരുന്ന എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ കൂടെയുള്ള പെൺകുട്ടിയെ കൊണ്ടുള്ള ഭാഗ്യം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിനക്ക് നിന്റെ ലൈഫിൽ നിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഭാഗ്യം ഉണ്ടാവൂ മിഥുൻ. വാട്ട് യു മീൻ? അതെ മിഥുൻ, എപ്പോഴാണ് നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചു പോയത്, അപ്പോൾ മുതൽ നിന്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷം നിന്നെ വിട്ടു പോയിരിക്കുകയാണ് മിഥുൻ. എനിക്കങ്ങനെ സന്തോഷമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്?